ഹേമ കമ്മിറ്റിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു, ഇങ്ങനെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഓർഡർ ഇറക്കി. അപ്പോൾ ആ ഓർഡറിനെ ചോദ്യം ചെയ്തിട്ടാണ് കേസ് വരുന്നത്. നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ റൈറ്റ് ടു പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. കാരണം ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പല വ്യക്തികളും ഇതൊരു സ്റ്റഡി മെറ്റീരിയലാണെന്ന് വിശ്വാസത്താലേ കൊടുത്തതാണെന്നാണ് അവർ തന്നെ പറയുന്നത്. അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വരികയും ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ പല കാരണം കൊണ്ട് സബ്ജുഡീസാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അതിലൊരു ഇൻറ്ററിം ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിനെ നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. കാരണം വെച്ചാൽ അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ളൊരു ഓർഡറിനെയാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കമ്പൽ ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ കാര്യം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവരുടെ പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു ഭാഗം കൂടിയാണത്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ വിധിന്യായങ്ങൾക്കൊക്കെ അപ്പുറത്ത് സ്റ്റേറ്റ്മെൻറ്റ് അന്ന് കൊടുത്തു എന്ന് പറയപ്പെടുന്നവരെ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കമ്പൽ ചെയ്യാനൊന്നും പറ്റില്ലാത്തതുകൊണ്ടും പിന്നത്തെ അന്വേഷണങ്ങളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കേസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന പ്രധാന കാര്യം ഒരു റിപ്പോർട്ട്, സ്റ്റഡി മെറ്റീരിയൽ, അതിൽ പല പേഴ്സണൽ വ്യക്തികളെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുമുള്ള റിപ്പോർട്ടിൻ്റെ അതുൾപ്പെടുന്ന ഭാഗം പൊതുജന സമക്ഷത്ത് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇതാണല്ലോ ഇതിൻ്റെ ഇൻഡയറക്റ്റ് എഫക്റ്റ്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് അതിൽ മാറ്റി നിർത്തേണ്ട സാധനങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഫുൾ റിപ്പോർട്ടും കൊടുക്കണം എന്ന് പറഞ്ഞു വന്നവരുണ്ട്. പക്ഷെ അവരാരും ചിന്തിക്കാത്തൊരു കാര്യം, ഇത് കൊടുത്തവരാണ് പറയണ്ടേ. ആക്ട് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യം ഒരു വ്യക്തി അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ കേൾക്കണം. നമ്മൾ മറ്റുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നതുകൊണ്ടുകൂടിയായിരിക്കും നമ്മൾ അതിൽ ശരി പറയുന്നത്. പക്ഷെ പല കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പല കാര്യങ്ങളും നാളെ ഭാവിയിൽ അത് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടാതെ പോകും. അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നു, ആ കംപ്ലയിൻറ്റിൽ നിങ്ങൾക്ക് കേസെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പരാതികളില്ലാത്തതിനെ പരാതികളുണ്ട് എന്ന് കമ്പൽ ചെയ്യപ്പെടാൻ പറ്റില്ല.